അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, അതായത് നിങ്ങളൊക്കെ വലിയ പ്രതിഷേധത്തിലാണല്ലോ, ഹൈന്ദവ സംഘടനകളാകെയും. കാരണം മാപ്പ് പറഞ്ഞ് തലയൂരാൻ ശ്രമിച്ചു, പക്ഷെ അതല്ല സംഭവിച്ചത്, കൃത്യമായ ലക്ഷ്യത്തോടെയാണ് എന്ന ബോധ്യത്തിൽ ഇപ്പോഴും പ്രതികരിക്കുന്നുണ്ട്. നിയമപരമായും അല്ലാതെയും മുന്നോട്ട് പോകുമെന്ന് അങ്ങ് അല്പം മുമ്പ് പറഞ്ഞത് ഞങ്ങൾ വാർത്ത നൽകുകയും ചെയ്തിരുന്നു. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? നമ്മൾ മനസ്സിലാക്കിയെടുത്തനുസരിച്ച് IT ആക്ടും പ്രകാരമുള്ള ഒരു ഒഫൻസ് കൂടി ആയതുകൊണ്ട് കേരളത്തിന് വെളിയിലുമുള്ള ധാരാളം ഹൈന്ദവ ഭക്തന്മാർ, ശ്രീകൃഷ്ണ ഭക്തന്മാർ കേരളത്തിന് വെളിയിലുള്ള പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും ഒക്കെ തന്നെ ഇതിനെതിരെ കേസ് ഫയൽ ചെയ്യും. കൃത്യമായ രീതിയിൽ ഇത് വ്യവസ്ഥകളോടുകൂടി ഞങ്ങളും അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. കാരണം ഇത് ഇപ്പോഴെങ്കിലും അവസാനിച്ചില്ല എങ്കിൽ കേരളത്തിലെ ജനിക്കാൻ പോകുന്ന അടുത്ത തലമുറയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി ഹൈന്ദവന്റേതായിട്ടുള്ള സംസ്കാരം സംരക്ഷിച്ചുകൊണ്ട് ഒരു നിലവിളക്ക് കൊടുത്താൻ സ്വാതന്ത്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറണോ? സീമന്തരേഖയിൽ ഒരു സിന്ദൂരക്കുറി തൊടാൻ സ്വാതന്ത്ര്യമില്ലാത്ത സംസ്ഥാനമായി കേരളം മാറണോ? കൃഷ്ണനെ ഒന്ന് ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഭൂമിയായി കേരളം മാറണോ? ഇതൊക്കെ ആലോചിക്കേണ്ടത് കേരളത്തിലെ ഹിന്ദുക്കൾ തന്നെയാണ്. ഇതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ചില ശക്തികളെയാണ് നമ്മൾ തുറന്നു കാണിക്കുന്നത്. കേരളത്തിലെ എല്ലാ ഇസ്ലാമിക ക്രൈസ്തവ വിഭാഗത്തിലുള്ള ആൾക്കാരും അവരന്ധമായ അവരുടെ മതത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നവരാണെന്നൊന്നും ആരും പറയുന്നില്ല. പക്ഷെ ഇതിനകത്തെ കുറെ ആൾക്കാർ ഹിന്ദുവിന്റെ മണ്ടയ്ക്കോട്ട് കുതിര കയറുന്നു എന്നുള്ളിടത്താണ് പ്രശ്നം ഉണ്ടാകുന്നത്. ഹിന്ദു എപ്പോഴും നിശബ്ദനാണ്, ഹിന്ദു എപ്പോഴും മതേതരത്വവാദിയാണ്. ബാക്കിയുള്ളവരുടെ മുമ്പിൽ ചന്ദനക്കുറി പോലും മായ്ക്കത്തക്ക രീതിയിലുള്ള വലിയ വിശാലമായിട്ടുള്ള, കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലും മറച്ചു പിടിക്കാനുള്ള വിശാലമായ മനസ്സ് ഈ കേരളത്തിലെ ഹിന്ദുവിനുണ്ട്. ആ ഹിന്ദു ഇന്ന് തിരിച്ചറിഞ്ഞു ഇതൊക്കെ അപകടമാണ്, വളരെ ബുദ്ധിമുട്ടാണ്. രഞ്ജിത്ത് അമ്പാടി സൂചിപ്പിച്ചതുപോലെ തന്നെ 1921 തുടങ്ങി 2026 ആയപ്പോഴേക്കും വളരെ അപകടകരമായ രീതിയിൽ കേരളത്തിലെ ഹിന്ദുവിന്റെ അവസ്ഥ മാറി. 2047 ആകുമ്പോഴേക്കും ഈ ഭാരതത്തിനെയും കേരളത്തിനെയും ഇസ്ലാമിക രാഷ്ട്രമാക്കണമെന്നുള്ള ഉദ്ദേശം നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവഹേളനം തുടരുകയാണ്. 2047 ആകേണ്ടതില്ല, അതിനു മുമ്പ് തന്നെ കേരളം ഒരു ഇസ്ലാമിക ഭൂരിപക്ഷ സംസ്ഥാനമായി മാറും. ഈ വർഷത്തെ സെൻസസ് കഴിയട്ടെ, കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ 50% താഴെയാണ്. അതിനുശേഷം പറയാനൊക്കാത്ത രീതിയിലുള്ള ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനാണ് കേരളത്തിലെ ഹൈന്ദവ സമയപരിമിതികളുണ്ട്. ഇടപെടുന്നു രമ്യാദാസ്, നോക്കൂ, ഇത് ആസൂത്രിതമാണെന്ന് തോന്നിപ്പിക്കുന്ന മറ്റൊന്നുകൂടിയുണ്ട്. എനിക്ക് തോന്നിയത് തിരുവനന്തപുരത്ത് സമാനമായ സംഭവം ഉണ്ടാകുന്നു. മറ്റൊന്ന് മധ്യ കേരളത്തിലെ ചേർത്തലയിൽ, മധ്യ കേരളമല്ല എങ്കിലും മധ്യ കേരളത്തിൻ്റെ ബോർഡറിലേക്ക് വരുന്നു. അതിനപ്പുറത്ത് വടക്കൻ കേരളത്തിൽ കോഴിക്കോട്ടും മലപ്പുറത്തും സംഭവിക്കുന്നു. അപ്പോൾ ഓരോ കേരളത്തിൻ്റെ 3 സുപ്രധാനമായ ഇടങ്ങളിൽ ഇത് വലിയൊരു വിവാദമാക്കാൻ, അല്ലെങ്കിൽ ഇതൊന്ന് ഒളിഞ്ഞെങ്കിലും ഇത് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. പിന്നീട് ടെസ്റ്റ് ഡോസ് കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ കൃത്യമായ ആസൂത്രണം ഇതിന് പിന്നിലുണ്ടെന്ന് ബോധ്യമാകാൻ മറ്റൊരു തെളിവ് വേണോ രമ്യ? തീർച്ചയായും കൃഷ്ണരാജ്, ഇങ്ങനെ തന്നെയാണ് കരുതേണ്ടത്. കാരണം ആദ്യഘട്ടത്തിൽ ഇത് തിരുവനന്തപുരത്ത് സംഭവിക്കുന്നു, ചേർത്തലയിൽ ഉണ്ടാകുന്നു, പിന്നീട് കോഴിക്കോട്, അതുപോലെ തന്നെ സമാന്തരമായി തന്നെയാണ് മലപ്പുറത്ത്. ഒരു സ്ഥലത്ത് മാത്രമല്ല, 3 ഇടത്താണ് മലപ്പുറത്ത് ഇത് സംഭവിക്കുന്നത്. അത് കൃത്യമായി തന്നെ ഇത് ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ കഴിയില്ല. കൃത്യമായി തന്നെ ഹൈന്ദവ വിശ്വാസത്തെയും അല്ലെങ്കിൽ വിശ്വാസികളെയും വ്രണപ്പെടുത്തുക എന്ന ലക്ഷ്യം തന്നെയാണ് നമ്മൾ ഇതിൽ കണ്ടുവെക്കേണ്ടത്. ഇത് തന്നെയാണ് നേരത്തെ മുൻപേ സംസാരിച്ചവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഇത് കൃത്യമായി തന്നെ ഹൈന്ദവ വിശ്വാസികളെ വ്രണപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഒറ്റതിരിഞ്ഞൊരു ആക്രമണമായി കാണാനാവില്ല. കാരണം പലയിടത്തായി ഇതിനോടനുബന്ധിച്ചാണ് പല സ്ഥാപനങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ഇത്തരത്തിലൊരു പോസ്റ്റർ ഇറക്കുന്നത്. കാരണം നമുക്കറിയാം, ഹിന്ദു വിശ്വാസപ്രകാരം കണ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ ദൈവികമായി കാണുന്ന. സമയപരിമിതി കൊണ്ട് ഇടപെടുന്നു രമ്യ. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, അങ്ങേക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം, 1 മിനിറ്റ്. താങ്കൾ പറഞ്ഞ ചെറിയ പിശ കൊണ്ട് ഇത് എറണാകുളം ജില്ലയിൽ സംഭവിച്ചു. മന്തിക്കട മാത്രമല്ല, ഒരു ചെരുപ്പ് കടയിൽ ഹിന്ദു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിഷുവിന് കണി കാണുന്ന ആ താളത്തിനകത്ത് ചെരുപ്പ് എടുത്ത് വെച്ചുകൊണ്ട് ഒരു ഇസ്ലാമിക നാമധാരിയുടെ ചെരുപ്പ് കടയുടെയും പരസ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് അടുത്ത വർഷമാകുമ്പോഴേക്കും പല മേഖലകളിലേക്കും കടക്കും എന്നുള്ളത് വാസ്തവമാണ്. അതുകൊണ്ട് ഈ സമൂഹം കൃത്യമായി പ്രതികരിക്കുകയും അതിന് പൂർണ്ണ പിന്തുണ നൽകിയ ജനം TV അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ ബാക്കി ഒരൊറ്റ മാധ്യമത്തിനും ധൈര്യവും തന്റെ ഇടവും നട്ടല്ലവും ഇല്ലാതെ പോയ ഒരു വിഷയം ഈ ജനം TV ഇല്ലായിരുന്നുവെങ്കിൽ എത്രമാത്രം വിസ്മൃതിയിലേക്ക് പോകുമായിരുന്നു.
ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നതിനെ പൊതുസമൂഹത്തിൽ എത്തിക്കാനും അത് പൊതുസമൂഹത്തിൽ ചിന്തിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്ത ജനം ടിവിയുടെ എൻ്റെ ടീമിനെ അഭിനന്ദിക്കുകയാണ്. കേരളത്തിലെ എല്ലാ സനാതന ധർമ്മ വിശ്വാസികൾക്കും വേണ്ടി തുടരുക. പോരാട്ടത്തിന് ഞങ്ങളോടൊപ്പം നിങ്ങൾ നിൽക്കണം. ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട്, നിങ്ങളും ഞങ്ങളോടൊപ്പമുണ്ട് എങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ കേരളത്തിലെ ഹൈന്ദവ സംസ്കാരത്തിനെ സംരക്ഷിക്കാൻ സാധിക്കും. ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ജനം ടി ശരി, വളരെയധികം നന്ദി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ.